സുഹൃത്തുക്കളെ ഇപ്പോൾ കണ്ടൊരു അടിപൊളി ഒരു വീഡിയോ ആണ്. അതായത് കോഴിക്കോട് ഫറോക്ക് പാലത്തിൽ ഒരു യുവാവ് ആത്മഹത്യ ചെയ്യാനായിട്ട് കയറി നിൽക്കുകയും ആ സ്ഥലത്തെത്തിയ പോലീസ് സംഘം അവനെ അതിൽ നിന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടിരുന്നൊരു വാർത്തയാണ് ഞാനിപ്പോൾ കണ്ടത്. ആ ഒരു വാർത്ത നമുക്കൊന്ന് കണ്ടു. ആ പോലീസുകാർ പറയുന്നുണ്ട്, എടാ മോനെ, എന്നേക്കാൾ വലിയ പ്രശ്നമാണ് ഞങ്ങൾക്കുള്ളത്, നിന്റെ പ്രശ്നം എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. ഇത് പറഞ്ഞിട്ട് പോലീസുകാർ അവനെ സ്നേഹത്തോടെ ആ പുതിയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടിരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. പലരുടെയും മരണത്തിന് അല്ലെങ്കിൽ ആത്മഹത്യക്ക് കാരണം ഇതേപോലെ കേൾക്കാനും ഇതേപോലെ അവരെ സപ്പോർട്ട് ചെയ്ത് ഞാനുണ്ടടാ നിൻ്റെ കൂടെ എന്ന് പറയാനായിട്ട് ആളുകളെ കിട്ടാത്തതാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. ആ പോലീസുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. കാരണം ആ ഒരു മരണത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകാനിരുന്ന ആ യുവാവിനെ തിരികെ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പോലീസുകാർ, അവരുടെ ആ ഒരു മോട്ടിവേഷൻ അല്ലെ അവരുടെ ആ ഒരു വാക്കുകളിലാണ് അവൻ തിരികെ വന്നത്. ആ ഒരു ചെറിയ വാക്കുകൾ, ഒരു നിമിഷത്തെ കൈവിട്ട ചിന്തയാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. ആ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ പോലീസുകാർ പറഞ്ഞ 2 വാക്കുകളിലാണ് അവൻ വീണത്. ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ആരും വരില്ല, ഞങ്ങളല്ല പറയുന്നത്. എന്റെ അടുത്തേക്ക് ആരും വരില്ല. ഇനി ഇറങ്ങണം. പറ, എന്റെ പേരെന്തായാലും പേരെന്താ പറ. ഇവിടെ അതിനേക്കാട്ട് വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. വാ, ഒരു നിമിഷത്തെ അല്ല, ഇനി ഒന്ന് താഴോട്ട് ആരെന്റെ അടുത്തേക്ക് വരില്ല. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, ഉറപ്പാണ്. വിശ്വാസം ഞങ്ങളെ വിശ്വാസം. കോഴിക്കോട് ഫറോക്ക് പാലത്തിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ യുവാവിനെ അനുനയിപ്പിച്ച പോലീസ്. മാറാട് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയിലാണ് പോലീസിന്റെ ഈ മാതൃകാപരമായ ഇടപെടലുണ്ടായത്. ആ പോലീസുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ വീണ്ടും നൽകുകയാണ്. കാരണം ആ ഒരു യുവാവിനെ അവന്റെ പുതിയ ജീവിതത്തിലേക്കാണ് കൊണ്ടുവന്നത്. എന്തായാലും ആ യുവാവ് എന്നും നന്മയുള്ളവനായിരിക്കും. കാരണം അവന്റെ ഒരു നിമിഷത്തെ കൈവിട്ട ചിന്തയില്ല, അല്ലെ ആ ഒരു നിമിഷത്തെ അവന്റെ മനസ്സ് വിട്ടുപോയതിന്റെ ഫലമായിട്ടാണ് അവൻ ആത്മഹത്യക്ക് മുതിർന്നത്. പക്ഷേ പോലീസുകാർ പറഞ്ഞ കുറച്ച് വാക്കുകൾ അവന്റെ ഉള്ളിലേക്ക് കയറി. വാക്കുകൾ കേട്ടിട്ടാണ് അവന്റെ പുതിയ ജീവിതത്തിലേക്ക് അവൻ തിരികെ വരാമെന്ന് വിചാരിച്ചത്. ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട്. മാനസികമായിട്ട് തകർന്ന ആളുകൾ, മനസ്സിന് ബലമില്ലാത്ത ആളുകൾ, അങ്ങനെ ധൈര്യമില്ലാത്ത ആളുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ചിലപ്പോൾ വേണ്ടി വരുന്ന ഒരു ചെറിയൊരു വാക്കായിരിക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടടാ എന്നുള്ളത്. ആ വാക്ക് അവൻ്റെ ഏതൊരു സമയമാണെങ്കിൽ അവൻ്റെ മോശം സമയം മനസ്സിലാക്കി, നമ്മുടെ സുഹൃത്തൊക്കെ ആണെങ്കിൽ അവരുടെ മോശം സമയം മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ അവരെ നമുക്ക് നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്നൊരു കാര്യമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരാൾ കൂടെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരും ഒറ്റയ്ക്കല്ല, എല്ലാവരും ഒറ്റയ്ക്കാണ്. പക്ഷേ തൻ്റെ മോശമായ സാഹചര്യങ്ങളിൽ എല്ലാവരും കൂടെ ഉണ്ടെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കൂടെ ഉണ്ടെന്ന് തോന്നിക്കാൻ കഴിയുമ്പോൾ, അവിടെയാണ് നമ്മുടെ ഒരു ബന്ധങ്ങൾ, ഏതൊരു ബന്ധമാണെങ്കിലും വിജയിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ പോലീസുകാർ അവനെ അനുനയിപ്പിച്ച് പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ അവരുടെ ആ വാക്കുകളും എല്ലാം അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അവനോടൊപ്പം തന്നെ നിന്നിട്ടാണ് ആ പോലീസുകാർ സംസാരിക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള പോലീസുകാരെയാണ് സമൂഹത്തിന് ആവശ്യം, അല്ലേ?